ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കണ്ടത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. പയർ നടണം, പിന്നെ കൈതച്ചക്കയുടെ മുടി കിട്ടിയിട്ടുണ്ട്, അത് നടണം, തഴുതാമച്ചെടി നടണം. അപ്പം നമ്മൾ പോകുന്ന വഴിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. മഴ കാരണം എല്ലാം കാടായിരുന്നു. കാട് കഴിഞ്ഞ് ഞങ്ങൾ 2 ദിവസം കൊണ്ടെല്ലാം ചെത്തി വൃത്തിയാക്കി. ഞങ്ങളല്ല, ഞാൻ തന്നെയാണ് ഈ വഴിയെല്ലാം വൃത്തിയാക്കുന്നത്. അമ്മയുടെ പാവൽ, നമ്മൾ പടത്തിവിട്ട പാവൽ ഉണ്ടോ, പാവയ്ക്ക ചെറുതായിട്ട് വരുന്നുണ്ട്. പൂവുണ്ടോ? ഇതാണ് തഴുതാമ. ഇവിടെ ഞാൻ ഇലയൊക്കെ എടുത്തു തോരൻ വെക്കാൻ വേണ്ടി. ഇനി ബാക്കി തണ്ട് നടാമെന്ന് വിചാരിക്കുന്നു. ഇറങ്ങുന്ന വഴിയിൽ ഒരു മത്തൻ്റെ പൂവ് കണ്ടോ? അമ്മ ഇതുവരെ വന്നില്ല. അമ്മ വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊരു മുളയുടെ അകവശത്തോട്ട് നോക്കിക്കേ. നമ്മുടെ റംബുട്ടാനൊക്കെ തളുത്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പൂക്കേണ്ട സമയമാണ്. ജനുവരി ആദ്യമേയൊക്കെ പൂക്കും. അമ്മ വളമൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയതാണ്. അമ്മയെ കാണാൻ ദൂരേന്ന് വളവും കൈതച്ചക്കയുടെ മുടിയും പയറും എല്ലാം എടുത്തുകൊണ്ട് വരിക. ഞാൻ തഴുതാമയുടെ തണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കണ്ടത്തിലേക്ക്. തഴുതാമയുടെ ചെടി തണ്ട് നടണം. അപ്പം ഇവിടെ വരണം നട. കാടിൻ്റെ ഇടയ്ക്കാണ് നട്ടേക്കുന്നത്. ഇത് വെറുതെ എറിഞ്ഞാലും കിളിക്കുമെന്നാണ് ആൾക്കാർ പറയുന്നത്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് പയർ നടുകയാണ്. അങ്ങനെ പയറിൻ്റെ അരി ഇട്ടു. എല്ലുപൊടി. എല്ലുപൊടി അതെന്തോ വേപ്പിൻ പിണ്ണാക്കോ? എല്ലുപൊടി ആദ്യം ഇട്ടത് എന്താമ്മ? വേപ്പിൻ പിണ്ണാക്ക്. ഇത് വെല്ലുപൊടി. ഡോളോമൈറ്റാന്നും പറഞ്ഞു കൊണ്ടുവന്ന സാധനം അതല്ല. ഇത് ചാണകം.
തഴുതാമ നടാൻ വേണ്ടി ഞാൻ വേറൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അരികെ. അപ്പോൾ ഇവിടെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കുഴിച്ച് വെക്കാം. നല്ല നനവുള്ള മണ്ണാണ്, അതുകൊണ്ട് മണ്ണ് തന്നെ ഇളകിപ്പോകാൻ താമസമാണ്. ഇതിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ കാടാണ്. ബാക്കി ഇത്രയും കൂടുണ്ട്. ഇത് വെറുതെ ഇവിടെ ഇടാം, കിളിക്കുകയോ ഇല്ലയോന്നറിയാം. വെറുതെ ഇട്ടിട്ടുണ്ട്. ഇത് കാട് പോലെ വളരുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ എന്നിട്ട് ഇതിവിടെ ഇങ്ങോട്ട് വെറുതെ ഇട്ടിട്ട് കുഴിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. കിളിക്കുകയോ ഇല്ലയോ എന്നറിയാമല്ലോ. ഇവിടെ വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട്, അപ്പോൾ അതുകൊണ്ട് കിളിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ 2 കൈതയുടെ മുടിയാണ് നടാനുള്ളത്. അപ്പുറത്തെ കാടാണ്. അമ്മ നടാൻ പോവാണ്. വെള്ളം ഉള്ളതുകൊണ്ട് കിളിച്ചോളൂ. അങ്ങനെ ഒരെണ്ണം നട്ടു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ അടുത്തത് നടുകയാണ്. അപ്പോൾ അമ്മ അങ്ങനെ ആ കൈതയും നട്ടു. അപ്പോൾ എത്ര മൂടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 മൂടുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.